എന്തു പറഞ്ഞാലും മാറ്റിപ്പറയുന്ന, പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞതിനെ മുഴുവനും മാറ്റിപ്പറയുന്ന, ഭരണപക്ഷത്തിരിക്കുമ്പോൾ വലിയ മാജിക് കൊണ്ടുവരുന്ന മുന്നണിയുടെ പേരാണ് UDF. KC വേണുഗോപാൽ എന്ന് പറയുന്ന ദേശീയ നേതാവ് പറഞ്ഞതിൽ തന്നെ തുടങ്ങാം. ഊരാളുങ്കൽ അസോസിയേഷൻ CPM-ന്റെ ഫണ്ട് സൂക്ഷിപ്പുകാരാണ്. സാമ്പത്തിക ഇടപാടുകൾ മുഴുവനും CPM-ന് വേണ്ടി ചെയ്യുന്നത് ഊരാളുങ്കലാണ് എന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് CPM നടത്തുന്നത് അതിഭീകരമായ സാമ്പത്തിക ക്രമക്കേടാണെന്ന് VD സതീശൻ അന്ന് അങ്ങനെ മുഴുവൻ രീതിയിലും ഊരാളുങ്കലിനെ കടന്നാക്രമിക്കുമ്പോഴും അന്നത്തെ ഭരണപക്ഷം CPM പറഞ്ഞിരുന്നു, കൃത്യമായി കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് ഓഡിറ്റിന് അവർ വിധേയരാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന്. എന്തിനും ഏതിനും എതിർക്കുക എന്നുള്ള ഒരൊറ്റ ഫോക്കസിലായിരുന്നത് കൊണ്ട് തന്നെ അന്നത്തെ പ്രതിപക്ഷം കടന്നാക്രമിച്ചു. ഇന്ന് മുഖ്യമന്ത്രി, ധനമന്ത്രി VD സതീശനോടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിനോടും മാറി മാറിയുള്ള ചോദ്യം പ്രതിപക്ഷത്തിന്റെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 35 അംഗങ്ങളുടെ, നിങ്ങൾ പറ, ഊരാളുങ്കലിനെ കുറിച്ചുള്ള നിങ്ങളുടെ സ്റ്റാൻഡ് പറ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ എണീറ്റ് നിന്നിട്ട് പറയാ, എന്താണ് കൃത്യമായ സാമ്പത്തിക അച്ചടക്കത്തോടെ അവർ മുമ്പോട്ട് പോകുന്നു, യാതൊരു ബാധ്യതയും അവരുണ്ടാക്കുന്നില്ല. VD സതീശനോട് ചോദ്യം അറിയാലോ, ഇഷ്ടപ്പെടാത്തത് ചോദിച്ചാൽ അപ്പോൾ ബോഡി ലാംഗ്വേജ് മാറും, പൂക്കി എക്സ്പ്രഷൻ വേറെ ഒരു എക്സ്പ്രഷനായി മാറും. അങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കെന്ന് പറയുന്ന നിലപാടിലേക്ക് പോകും നമ്മുടെ മുഖ്യൻ. അങ്ങനെ പറഞ്ഞതിൽ നിന്ന് തിരിഞ്ഞോടിയ ഒരു കൂട്ടമായി മാറുകയാണ് എന്നുള്ളതാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിലടക്കം പറഞ്ഞതിൽ നിന്നും മുഴുവനും തിരിച്ചോടിപ്പോയ അതേ ഗവൺമെന്റ്, അതേ പ്രതിപക്ഷം ഇന്ന് ഭരണപക്ഷത്ത് വരുമ്പോ കൃത്യമായി സ്പെസിഫിക് ആയി ഊരാളുങ്കൽ എന്ന പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, PWD വർക്ക് കൈകാര്യം ചെയ്യുന്ന, കഴിഞ്ഞ 10 വർഷമായി കൈകാര്യം ചെയ്യുന്ന ഊരാളുങ്കൽ അസോസിയേഷനെ കുറിച്ചുള്ള ചോദ്യത്തിലാണ് ഈ മലക്കം മറിച്ചിൽ, ഈ യു ടേൺ എന്ന് പറയുന്നത് VDS സർക്കാരിന്റെ ഒരു വലിയ മുദ്രയായി മാറുന്നു എന്നുള്ളതാണ്. ഏതൊരു വിഷയം പറഞ്ഞാലും അതിൽ നിന്ന് യു ടേൺ. മാധ്യമങ്ങളൊക്കെ, മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇപ്പൊ കാർഡ് കൊടുക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, ഇതിലും ഇനി യു ടേൺ ഉണ്ടാകുമോ, ഇപ്പോഴും യു ടേൺ വന്നിരിക്കുന്നു, ഇതിലും യു ടേൺ. അതൊരു ഫ്രേസ് ആയി മാറുന്നു. എത്ര നാളായി? 1 വർഷമോ 6 മാസമോ? ഒന്നുമില്ല. 60 ദിവസം പോലും തികക്കാതെ, 2 മാസം പോലും തികക്കാത്ത ഒരു ഗവൺമെന്റ്, VDS സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ യു ടേൺ ഒരു ഫ്രേസ് ആയി ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾ പോലും പൂക്കി എക്സ്പ്രഷനെ പോലെ തന്നെ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് നിലപാടില്ലായ്മ എന്നുള്ളത്. എഴുന്നേറ്റങ്ങ് നിന്നിട്ട് വലിയ അംഗവിക്ഷേപങ്ങളോടുകൂടി ഇങ്ങ് ആക്രമിക്കുകയാണ്. 105 പേരുമായാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, എനിക്ക് പറയാനുള്ളതേ പറയൂന്ന്. താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞോ, പക്ഷെ കേൾക്കേണ്ടത് ഏത് നിലപാടിൽ നിന്ന് ആണ് കേൾക്കേണ്ടതെന്ന് ഈ നാട്ടിലെ രാഷ്ട്രീയ ബോധ്യമുള്ളവർ തീരുമാനിക്കും. ഒരു സംശയവും അതിൽ വേണ്ട എന്നുള്ളതാണ്.